ഇത് വഴിയിലെ വാങ്ങിക്കില്ലാറ് പോല. ഇതിപ്പോ രണ്ടാമത്തെ ചായ. അടുത്ത ചായക്ക് മുമ്പെങ്കിലും വരുവോ? വരുവോ? നിങ്ങൾ ചായ കുടിക്കാ? അല്ലടാ, പാഷാണക്കല കുടിക്കുക. നിനക്ക് എടുക്കട്ടോ? இதெல்லாம் ஒரு கேள்வின்னு கேட்பான். மொய்தீனடா டீ குடிச்சிருக்கிறவனை பார்த்தே டீ குடிக்கிறேன் பார்த்து ஒரு ஃபோன் பண்ணிட்டு சொல்றா நான் தூங்கிட்டியா? അതുകൊണ്ടൊന്നും അവരെ തളർത്താൻ ആർക്കും കഴിഞ്ഞില്ല. അകലത്തിലാണെങ്കിലും അവരുടെ പ്രണയം കൂടുതൽ കൂടുതൽ ദൃഢമാവുകയാണ് ചെയ്തത്. കത്തുകൾ പിടിക്കപ്പെട്ടപ്പോൾ മനസ്സുകൾ കൈമാറാൻ അവർ പുതിയ പുതിയ മാർഗങ്ങൾ തേടി. காக்கா வளர்த்துனா அது எடுத்து போடுங்க. காக்கா புறா இவ்வளோ ஹெல்ப் பண்ணுறாங்க. ஸ்டார்டிங்ல இருந்து லெட்டர் இருந்து கொடுத்தாங்க. அதான் என்ன அளவுக்கு க்ளோஸ் அவங்க இல்லை, அவங்க ஸ்டார்டிங்லேயே எஸ்டாப்ளிஷ் பண்ணியிருந்தாங்க. கோல்டு கம்பல்லாம் கொடுத்துருந்தாங்க ஃபேமிலியில் ஒருத்தவங்க. இப்போ அந்த பையன் சாக்லேட் வாங்கி தருவாங்க. ഏട്ടന്മാരും അമ്മാവനും ഒക്കെ അറിഞ്ഞാണ്ടല്ലോ എന്നെ കൊന്നാളൂ. എന്നാലും സാരമില്ല, എനിക്കറിയാം നിങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്താന്ന്. ഒരു സങ്കടമുള്ളൂ, തുള്ളിച്ചാടി കിടന്നെങ്കിൽ ഈൻ്റെ അകത്ത് കിടന്നിങ്ങനെ നീർന്ന് കാണുമ്പോൾ. നമ്മുടെ ചിഹ്നം കലപ്പ. കമ്മ്യൂണിസ്റ്റ് കാട്ടാളത്തിന്റെ പേർവാഴ്ചക്കെതിരെ പ്രക്ഷോഭിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് കാട്ടാളത്തോ? ഞാൻ അങ്ങനെ എഴുത്തന്നില്ലല്ലേ. എന്റെ പാർട്ടി തൊട്ട് ഞാൻ കളഞ്ഞിട്ട് പോവേ. കൊണ്ടുപോടാ അവന്റെ അടുപ്പിലെ കമ്മ്യൂണിസം. എനിക്ക് വേണ്ട നിന്റെ എഴുത്ത്. കമ്മ്യൂണിസ്റ്റ് കാട്ടാളത്തിന്റെ പേർവാഴ്ചക്കെതിരെ പ്രക്ഷോഭിച്ചുകൊണ്ട് കോൺഗ്രസ് ഭൂരാശികളെ കെട്ടുകെട്ടിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെ അറക്കളത്തിലേക്ക് പുതിയൊരു அண்ணன் போய் மோதிட்ட பேசவே இல்லை போலதான். அந்த மாதிரி அடிச்சிடும் போது இல்லை, தெரிஞ்ச உடனே நான் ஒரு சீன் வரும்னு நினைச்சேன். எதுவுமே இல்லைன்னு சொல்லிட்டாருங்க. அப்புறம் என்ன അറ്റാക്ക് പണിക്കുന്നത്? നാവൻ എല്ലില്ലെന്ന് വെച്ച് എന്ത് വിളിച്ചു പോവാണോ? ഞാൻ എന്ത് തോന്നിയ സാറാ കാട്ടിയത്? കടവന്ന് ബസ് സ്റ്റാൻഡിലേക്കുള്ള പഞ്ചായത്ത് വക റോഡിന്റെ മാപ്പ് നിങ്ങളല്ലേ വാപ്പ മാറ്റിയറിപ്പിച്ചത്? അല്ലെങ്കിൽ തോട്ടുങ്ങളെ പറമ്പ് സർക്കാരിന്റെ കക്ഷത്തിലിരുന്നാണ്. അതുകൊണ്ട് പാവപ്പെട്ട ജനങ്ങള് ഒരു മൈല് ചുറ്റി നടക്കണം. ഇന്ത്യയും കൂടെ തോൾ ചേർന്ന് നിന്ന് കെട്ടി പൊക്കിയതാടാ ഈ മുക്കം. ചിലപ്പോ ഞാൻ ചുറ്റിക്കും. അതിന് അനക്കെന്താടാ? ഇത്രയും കാലം ജനങ്ങൾ എന്റെ കൂടെ നിന്നത് ഞാൻ ഈ നാട്ടിൽ ചെയ്ത നല്ല കാര്യങ്ങൾ ഓർത്തിട്ടാ. ഇനിയും ഞാൻ തന്നെയാടാ മുക്കത്തെ സുൽത്താൻ. നിങ്ങൾ മുക്കത്തെ സുൽത്താനോ സെയ്ത്താനോ പക്ഷെ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ പുതിയ ജനപ്രതിനിധികൾ വരിക എന്ന് വെച്ചാൽ സ്വാഭാവിക. ഒരു ഉണ്ണി മൊയ്തീൻ സാഹിബ് വിചാരിച്ചാൽ അത് തടയാൻ കഴിയൂല. ഈ എന്നെ ജനാധിപത്യം പഠിപ്പിക്കുന്ന ഈ അല്ലട പുറ്റേക്കാട്ട് റോഡിലെ മരമുറിക്കെതിരെ പത്രവാർത്ത കൊടുത്ത് വികസനം കുട്ടിച്ചോറാക്കിയത്. അതിനത് സുൽത്താൻ നട്ട മരം അല്ലല്ലോ. ഉച്ചയ്ക്ക് മോളി വെയിൽ പൊങ്ങുമ്പോ ഇന്നാട്ടിലെ കുടിയില്ലാത്തവർക്ക് തല ചായ്ക്കാൻ അതൊന്നിന്റെ തണലെങ്കിലും ഉണ്ടായിക്കോട്ടെ വാപ്പ. അന്റെ ഒരു ഇക്കുമത്ത് എന്റെ അടുത്ത് വേവൂല. എത്ര പൈസയായാലും ആ 100 ചില്ലുവാനം മരങ്ങളിൽ ലേലത്തിലെടുത്ത് എന്റെ മില്ലിൽ കൊണ്ടുവന്ന് ഈർന്ന് കഷ്ണങ്ങളാക്കി പുഴയിലെറിയാൻ കാണാനക്ക് ആ പൂതി മനസ്സിൽ കിടന്ന് ചെയ്യൂ. എന്താ അതിലൊരൊറ്റ മരത്തിന്റെ അമ്മ ഒരു തരി ഇരുമ്പ് തൊടൂല. അത് തടയാൻ മുക്കത്തെ സാഹിബിനെ കൂടാണ്ട് ആമ്പറന്നവന്മാര് വേറെ ഉണ്ട്. ഏതു മരമായാലും ഉണ്ണിമൊയ്ൻ സാഹിബിന്റെ തലക്ക് മീതെ വളർന്ന ചേമ്പും തണ്ട അരിയണ പോലെ അരിഞ്ഞ് ഒരാളെ എന്നേക്കുമായി തടവറയിടാം എന്നാരും കരുതരുത്. അത് ശുദ്ധ മണ്ടത്തരമാണ്. ഞങ്ങളുടെ പാർട്ടി മതേതര പാർട്ടിയാണ്. ഹിന്ദു ആയാലെന്ത്, ഇസ്ലാം ആയാലെന്ത്, സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ. ഒരു സുഹൃത്തിനെ കളിക്കളത്തിൽ ചവിട്ടി വീഴ്ത്തിയത് കൊണ്ട് മാത്രം ഒരു പാർട്ടിയെ തകർക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ പരിപ്പ് വാങ്ങി വെച്ചേക്ക്. സ്ത്രീകളെ അബലകളാക്കി പീഡിപ്പിക്കുന്നത് ശരിയോ? അവളുടെ വിദ്യാഭ്യാസം തടഞ്ഞു വെക്കുന്നത് ശരിയോ? സ്വതന്ത്ര ഇന്ത്യയിൽ കത്തെഴുതാനുള്ള സ്വാതന്ത്ര്യം പോലും ഒരാൾക്കില്ലേ?
ശ്രീയേ ഭാരതര സ്ത്രീയെ ഭാരതരത്നമേ നീ കരയരുത്. ഇന്ന് വൈകിട്ടത്തെ ട്രെയിനിന് ഞാൻ ഡൽഹി വരെ ഒന്ന് പോകും. അവിടുന്ന് നേരെ തിരിച്ച് കോഴിക്കോട്ടേക്ക്. കേരളത്തിൽ ആദ്യമായി ഒരു സ്പോർട്സ് മാസിക വരാൻ പോവുകയാണ്. കേരളത്തിന്റെ സ്വന്തം സ്പോർട്സ് മാസിക സ്പോർട്സ് ഹെറാൾഡ്. എങ്ങനെയുണ്ട് പേര്? എന്നോട് ആരണ്ടാ ചോദിച്ചത്? എനിക്കറിയാം നിനക്കിഷ്ടമായി എന്ന്. അപ്പോൾ തൽക്കാലം വിരമിക്കട്ടെ. നമോ വാഗം വിടാ. லெட்டராடா பிளாக் பண்றீங்க. കാട്ടാളത്വത്തിനെതിരെ പ്രക്ഷോഭിച്ചുകൊണ്ട് മൊയ്തീന്റെ സ്പോർട്സ് മാസിക പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും. BP മൊയ്തീൻ മുഖ്യ പത്രാധിപരായ സ്പോർട്സ് ഹെറാൾഡ് മാസിക കോട്ടയത്ത് മൊയ്തീന് നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രകാശനം ചെയ്തു. ഏടാ നോക്കട്ടെ. அப்பா பார்த்தாருன்னா ഓനാളും എടുക്കനാ. പ്രധാനമന്ത്രിനെ തന്നെ കൊണ്ടുവന്നില്ലേ? പണ്ട് കരിങ്കൊടി കാട്ടിയത് ഓൻ തന്നെയാ. എപ്പോഴാ കരിങ്കൊടി കാട്ടേണ്ടേ, എപ്പോഴാ പ്രകാശനം ചെയ്യിക്കേണ്ടേ എന്നൊക്കെ ഓന് നന്നായിട്ട് അറിയാം. ஹெல்மெட்டா இல்லை அவர் ஹெல்மெட் லெவல் 1. കണ്ടോ? பெலேயோட பெலேயோட ஸ்போர்ட்ஸ் மேகசின் அவர் ரிலீஸ் இவரோட பேர் போட்டு ஐஸ் வைக்கிறது. ഇന്ത്യൻ ടീമിന് ഒരു വാഗ്ദാനം കൂടി. ഒറ്റാട്ടിൽ സേവ്യ എന്ന സെന്റർ ഫോർവേഡ് ദേശീയ ശ്രദ്ധ നേടിയ ഫുട്ബോളറാണ്. ഇന്ദിരാഗാന്ധി ഇത് മറിച്ച് നോക്കിയിട്ടുണ്ടാവും ഏട്ടാ. ഉറപ്പല്ലേ? അപ്പോ നിന്റെ ഫോട്ടോ ഇന്ദിരാഗാന്ധി കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പു? നോക്കടാ, നിന്റെ പടം ഉണ്ടല്ലോ. നോക്കട്ടെ. മുക്കത്ത് നിന്നും മോഹൻ ബഗാനിലേക്ക്, പെരുമ്പറമ്പിൽ അപ്പു എന്ന ഡിഫൻഡർ മലബാറിൽ നിന്നും മോഹൻ ബഗാനിലേക്ക് എത്തിയത് സ്വന്തം പ്രയത്നമുണ്ട്. ഇതൊക്കെ ഓന്റെ ഓരോ സൂത്രപ്പണിയല്ലേ? എന്നാലും കേരളത്തിൽ നിന്ന് ആദ്യം ഇറങ്ങണ നല്ലൊരു മാസികയില് നമ്മുടെ പടവും ലേഖനവും വരണത് ഒരു ഭാഗ്യല്ലേ അപ്പു? ഓഹോ, ഓന്റെ സോപ്പിൽ ഈയൊക്കെ അലിഞ്ഞു. ഒലക്കേട മൂട് KKM കൊറ്റാട്ടിൽ കാഞ്ചനമാല ഓരുടെ പ്രണയത്തിന്റെ സ്മാരക ഈ നാടക സമിതി. കൊറ്റാട്ടിൽ കാഞ്ചന മാലയല്ല, കൊറ്റാട്ടിൽ കാഞ്ചന മൊയ്തി. இவங்க ரெண்டு பேருக்கு ஒரு கிளாஷ் வரும், சண்டை போடுவாங்க. கூலா இருக்காங்களே. அவரு லெட்டர் எழுதுறாரு அவரோட. அது ஓ, அவர் கதையே ஸ்டோரி எழுதி அவங்க அண்ணன். സ്നേഹമല്ലേ യഥാർത്ഥ മതം? ഈ പാട്ടിലത്തെ കുട്ടിയെ ഒരു നീചജാതിക്കാരൻ വേളി കഴിക്കുമെന്നോ? ഒന്ന് കളയുന്നില്ല ഞാൻ. അയ്യോ, ആര് തരുന്നിട്ടാ? എന്റെ കാവിലമ്മേ, ഈ മഹാപാപിയെ ഞാനിതാ കുരുതി കൊടുക്കുന്നു. കാത്തുകൊണ്ടാലും காலையில நேருக்கு நேரா போய் சண்டை போடலாம். இதுதான்டா വല്യമ്പ്രപ്പൊറ്റാട്ടിലെ പറമ്പില് വള്ളിനിക്കർ വിട്ട് ഓലപ്പന്ത് കളിച്ചിരുന്ന കാലം തൊട്ട് കാണാൻ തുടങ്ങിയതാ. തലയ്ക്ക് മുകളിലോട് അന്നെ എനിക്ക് തിരിവില്ലാന്ന് വിചാരിച്ച സേതു. என்ன மியூசிக் பரு வச்ச மாதிரி பேசுவாங்க. இப்பதான் ஒரு நல்ல பேர் ஆனார். எதுக்கு தேவையில்லாத கொஞ்சம் அந்த சவுண்ட்ஸ் இல்லாம லைவ் ஆடியோ பண்ணியா அவருக்கு அந்த கையை செட் பண்ணி கொடுத்தது. ஓடி கை உடச்சுட்டு சரியானடா.
ஸ்லீப்பர் சேவல் எல்லாருக்குமே. വണ്ടി എടുക്ക அவன் ஏதோ லெட்டர் கொடுத்துருக்கான் டேர்ன் அரவுண்ட் சொல்லிட்டாங்க குத்தவொடனே. அந்த கேம் ஆஃப் த்ரோன்ஸ் இருக்கு ஏதோ ஒரு பேர் சொல்லுவாங்க லெட்டர்லாம் பாஸ் பண்ணுவாங்க. நைன்டீன் 67 ஆயிடுச்சு அது கூட. 10 வருஷம் ஆயிடுச்சு. அதில் டொவினோ மூவ் ஆன் ஆகிட்டார் போல. ஒரு சீனு இவங்க ஃபேமிலியிலேருந்து இவங்க ஃபேமிலியிலேருந்து வந்து பேசிப்பாங்க, அந்த மாதிரி கூட நம்ம எதிர்பார்க்கலாம். ஆனால் வர மாட்டேங்குது வேற இல்லை. அவன் வீட்டானதே சுற்றி நிற்கிறது யாரும் பாரு இல்லை. அடுத்த பொண்ணுக்கு கல்யாணம், 2 பொண்ணுங்க வந்தது பத்தியா? கல்யாணம் ஆயிடுச்சா? ஒரு கவர்ல வச்சு கட்டி கல் வச்சு அடித்த போட்டு என்ன பண்ணிருப்பாங்க. கொண்டே மறந்துட்டீங்க. முடி ஓப்பன் பண்ணி முடி வயசாயிடுச்சா? வெள்ளை முடி வருது. வெயிட் பண்ணி மேரேஜ் பண்ணிடலாம். டைமை வேஸ்ட் பண்ணிட்டோமோ யோசிக்கிறாங்க. எத்தனை வருஷம்டா போச்சு? 10னா ஒரு 5 மினிட்ஸ் கேப்பில் பாரு நம்மள இந்த வாங்கின அடி அதெல்லாம் இதெல்லாம் நடக்குதா தெரியலையே. அதான் நினச்சி பார்க்குறாங்களா? அவங்க மீட்டிங் பாயிண்ட் தான் அது. அந்த இது வீடியோ சிதான் பார்க்குறாங்கடா. இல்லடா பைத்தியக்கார. എനിക്കെന്തെങ്കിലും മാറ്റമുണ്ടോ? എവിടെ? സാവിത്രി അടുത്തിടെ 2ാം പ്രസവം കഴിഞ്ഞു. കുഞ്ഞിനെ കാണാനെന്നും പറഞ്ഞ് இன்னும் மாட்டா பேசினுங்கிறானுங்க. റൂമിലേ കണ്ട് സെത്താലും പ്രാളം നാം ഒത്തുകൊണ്ട് എല്ലാം കഴിഞ്ഞില്ലേ? എല്ലാവർക്കും ആയില്ലേ? കുടുംബവും കുട്ടിയൊക്കെ. ഇനിയെങ്കിലും നമുക്കൊന്ന് ജീവിക്കണ്ടേടി? വേണം. എനിക്ക് എൻ്റെ കൂടെ ജീവിക്കണം. இதைத்தான் அன்னைக்கே கூப்பிட்டு இப்பதான் தங்கச்சி കരയരുത്. குழந்தைய 10 വർഷം ഈ കരഞ്ഞില്ലേ? നീ കരയാൻ ഞാൻ സമ്മതിക്കില്ല. കത്തിലെഴുതിയിരുന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ. നാളെ പുലർച്ചയ്ക്ക് ഞാൻ കൊറ്റാട്ടിലേക്ക് വരും. ഈ ഇറങ്ങി വരണം. ഞാൻ വരും. இப்பவே போறாங்களா? இல்ல இல்ல வீட்டுக்கு தான். ஓ என்னதான்டா பிரச்சனை உனக்கு?
இதுதான் ஸ்டார்டிங்ல கத்தி எடுத்துன்னு வந்து கொண்டு எவ்வளோ பெரிய இருக்கிறானுங்க அப்பா. இன்னும் எவ்வளோடா இறக்க வருது. இப்போ கிளைமேக்ஸ் கிடையாதா? ഞാൻ തന്നെ ജീവിക്കണ ഈ ഉള്ളോണ്ടല്ല. അതില്ലാണ്ടമ്മ ഞാൻ സമ്മതിക്കൂല. എനിക്ക് എന്റെ മാനൂന് വേണം. ഞാൻ മരിക്കൂല. ഇത്രയും കാലം ഞാൻ ആർക്ക് വേണ്ടി കാത്തിരുന്നതിന് എന്താർത്ഥം? ഒരായുസ് മുഴുവനും അനുഭവിക്കേണ്ടതല്ല ഞാൻ ഈ മുറിക്കുള്ളിൽ കിടന്ന് അനുഭവിച്ചില്ലേ. ഒരു ദൈവത്തെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. டீட்டெயிலிங் பார்த்தா அந்த ரத்தம் கூட மழையில் வந்ததால லைட்டாக கொஞ்சம் கரைஞ்சி തോന്നിയെടുത്തേക്ക് കണ്ണിൽ പിടിക്കാത്തവരൊക്കെ ഇടങ്കാലിട്ട് വീഴ്ത്തുമ്പോ ഇങ്ങടെ മോന്തായത്ത് കിട്ടുന്ന തന്തോയുണ്ടല്ലോ അതിന് കൂലി പടച്ചോൻ തരും. ചിലക്കാതെ ഔത്തേക്ക് കയറി പൊയ്ക്കോ, അതാ എനക്ക് നല്ലത്. എനിക്ക് നല്ലത് എനിക്ക് തിരിഞ്ഞുടങ്ങിയനി ഇറച്ചി പാകത്തിൽ കൊത്തി നുറുക്കി കിടത്തിയിട്ട് ഒറ്റയ്ക്കിരുന്ന് കളിച്ച് സൂയിക്കാണ്. ഓൻ നിങ്ങളെക്കാളും പെരുത്തി കേളുള്ള ആൺകുട്ടിയാന്ന് തിരിഞ്ഞിട്ട് ബേജാറുണ്ടല്ലോ നിങ്ങൾ കൊല്ലാൻ നോക്കിയേ. ഓനേക്കാൾ വലുത് നിങ്ങൾക്ക് നിങ്ങളുടെ പവറും പത്രാസ. അതേടി മനുഷ്യന് വലുത് മാനാഭിമാനോ. തേങ്ങാക്കൊല ജാതി മതം നോക്കാണ്ട് കോൺഗ്രസ് ഉണ്ടാക്കിയ ആളല്ലേ. എന്നിട്ട് ഓ മാധവന്റെ മോളെ കെട്ടുന്ന കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ തീർത്തറന്നില്ലേ. ഇനി അന്റെ കാലി പെരേനെ മിറ്റത്ത് കുത്തിരുത് പൊയ്ക്കോ. അല്ലേലും നമ്മളില്ല ഈ സൈത്താന്റെ മുറ്റത്തിൽ. നിങ്ങൾ ഇവിടെ മുക്കത്തെ സുൽത്താനായിട്ട് ഒറ്റയ്ക്ക് കൂടിക്കൊള്ളി. പക്ഷെങ്കിലേ എന്നെങ്കിലും പഠിച്ചോ നിങ്ങളെ കൊണ്ട് തിരുത്തിക്കും. வீட்டில் இருந்து என்னென்ன எடுத்தாங்க அவங்க? அதாவது சூட்கேஸ் பேக் பண்ணாங்க. சூட்கேஸ் பேக் பண்ணலாம். அந்த இது மட்டும் எடுத்துகிட்டு போகிறாங்கன்னு நினைக்கிறேன். அந்த குழியில் போட்டு பேசுவாங்கல்ல. എന്തായ മാനെ വല്ലവരും തൂക്കിക്കൊല്ലാൻ വിളിച്ച അറിഞ്ഞില്ലേ? നെക്സ്റ്റ് ആയിട്ട് അജിതായി കോടതി വെറുതെ വിട്ടത്. ஸ்டார்டிங்கில் வந்துச்சுல்ல, அந்த பேர் வந்துச்சுடா ஸ்டார்டிங்கில். ഈ കത്തി കൊണ്ടല്ലേ പ്രതി നിങ്ങളെ കുത്തിയത്? കുത്തേറ്റൂന്നുള്ള നേരാ, പക്ഷേ അത് കത്തി കൊണ്ടൊന്നുമല്ല. മിസ്റ്റർ BP മൊയ്തീൻ, ഇത് കോടതിയാണ്. ശരിക്കും ചിന്തിച്ച് പറ. ഈ കത്തി കൊണ്ടാണ് നിങ്ങളെ സാഹിബ് കുത്തിയത്. ഇന്നെ ആരും കുത്തിയിട്ടില്ലെന്ന്. അന്ന് ജൂലൈ 12-ാം തീയതി നല്ല മഴയായിരുന്നു. തെയ്യത്തും കടവെന്ന് കടത്തിറങ്ങി ഇടവഴിയിലൂടെ നടന്നു വരുമ്പോഴാണ് ചെളിവെള്ളത്തിൽ കാല് തന്നെ ഒതുക്കലിന്റെ വശത്തേക്ക് വീണതാണെങ്കിൽ കാഞ്ഞിരത്തിന്റെ കുറ്റീന്റെ മുകളിൽ വാളിന്റെ മൂർച്ച. 3 പ്രാവശ്യം എണീക്കാൻ ശ്രമിച്ചു. 3-ാമത്തെ പ്രാവശ്യവും വെച്ച കയ്യെ തെന്നിയതോടെ എന്റെ ബോധം പോയി. ബോധം വന്നപ്പോ ഞാൻ ബീച്ച് ഹോസ്പിറ്റലിൽ കിടക്കുക. അതാ അന്ന് സംഭവിച്ചത്. இவர் வக்கீல் தான் பாவம். என்ன வராதுங்க வச்சு நம்பி வந்தது நல்லா பண்ணடா. நான் ஒரு பையனாலாம் வயசு இல்லை. திருப்பி திருப்பி வரும்போது சொல்லு, திருந்த மாட்டேன்ல, பண்ணதை நினைச்சு வருந்த மாட்டேன். இங்கே என்னதான் ஆச்சுங்க? ரொம்ப நார்மலாக காட்டல இல்லை, ஏதோ சம்பவம் பண்ண போகிறேன்னு. திருந்திடுவாரோ? ഈ ഓനെയും കൂട്ടി പുരയിലേക്ക് വരും. போயிட்டாரு. பால் மட்டும் சொல்லிட்டு எப்படி வருது? நீ அங்க வந்து குத்துனா செத்து போயிட்டு போல. അന്ന് ആദ്യമായി ഒരാളെ മുന്നിൽ പരാജയപ്പെട്ടു, സ്വന്തം മകന്റെ മുന്നിൽ. ആ രാത്രി ഉറങ്ങാൻ കിടന്ന സാഹിബ് പിന്നെ ഉണർന്നില്ല. ബാപ്പയുടെ മരണശേഷം മൊയ്തീനും ഉമ്മയും വല്യമ്പറ പറ്റാട്ടേക്ക് താമസം മാറി.